നമസ്കാരം. നമസ്കാരം. ഇപ്പം നമ്മുടെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കൂടെ എങ്ങനെയാണ് ജിസ്മോളായിട്ടുള്ള ബന്ധം? അത് ഞാൻ പി ജി ചെയ്യുന്ന സമയത്ത്, ഞാൻ ആയുർവേദം പി ജിയാണ്. പി ജി ചെയ്യുന്ന സമയത്ത് ആ ഹോസ്റ്റലിലേക്ക് താമസിക്കാൻ വന്ന ലോ സ്റ്റുഡൻ്റാണ് ജിസ്മോള് വരുമ്പോൾ അവൾക്കൊരു 17 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ റൂമിലാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ KVG എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ MBBS ഉണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ലോ ഉണ്ട്. അവരുടെ ഹോസ്റ്റലിൻ്റെ പണി നടക്കുന്ന കാരണം കുട്ടികളെ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം എൻ്റെ റൂമിലേക്കാണ് താമസിക്കാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ കമ്പനിയാവുന്നു. പുള്ളിക്കാരിയുടെ അമ്മയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു മുതിർന്ന ചേച്ചിയുടെ കൂടെ കൊണ്ടുവന്ന് താമസിക്കാൻ അങ്ങനെ വന്ന് താമസിച്ച് തുടങ്ങിയതാണ്. ഒരു 5 മണി കോളേജ് വിട്ട് നേരെ റൂമിലേക്ക് പോകണം. ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ പുറത്ത് വിടത്തുള്ളൂ. എല്ലാ UG സ്റ്റുഡൻസിനും അങ്ങനെയാണ്. പക്ഷേ എൻ്റെ കൂടെ ആകുമ്പം ഇവൾക്ക് രാത്രി 7 മണി വരെയൊക്കെ പുറത്ത് പോകാം, എന്നും പുറത്ത് പോകാം, അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം. അപ്പം ആ സൗകര്യം കൂടെ നോക്കി അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് 3 വർഷം. തീരെ കറുപ്പ് നിറമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അവളോട് ഇന്ന് മറ്റേ അച്ഛനോട് സംസാരിച്ചാൽ പറയുന്നു, നിങ്ങളുടെ അന്ത്യടി പാലയിലൊക്കെ ഓക്സിജൻ കുറവായിട്ടാണോ നീ കറുത്തു പോയെന്ന് അമ്മായിയമ്മ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, അവൾ കറുപ്പൊന്നുമല്ല, അവളൊരു അഴകുള്ള കുട്ടിയാണ്, ഒരു തേനിൻ്റെ നിറമുള്ള കുട്ടിയാണ്. അവൾ ഒരിക്കലും ഒരു കറുപ്പൊന്നും ആയിരുന്നില്ല. അത് എന്താ പറയുക, ഒരു പ്രത്യേക ചാമാണ്. സൗന്ദര്യം മാത്രമല്ല, കഴിവ് കൊണ്ടായാലും പഠിത്തം കൊണ്ടായാലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നല്ല എഫിഷ്യൻ്റായ വളരെ നല്ലൊരു കുട്ടിയാണ്. അങ്ങനെ ഒരു കുറ്റവും പറയാനില്ല. അവളെ കറുപ്പെന്നൊക്കെ വിളിക്കുന്നവരെ അതൊരിക്കലും ശരിയാവത്തില്ല. അവളൊരിക്കലും കറുത്ത കുട്ടിയല്ല. സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ മൂഡ് കോർട്ടിലൊക്കെ പുള്ളിക്കാരി എന്താ പറയുക, എന്നെ ഒരിക്കൽ കൊണ്ടുപോയിരുന്നു മൂഡ് കോർട്ടിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ആ എഫിഷ്യൻസി ഞാൻ അവരുടെ ഇൻറ്റേൺഷിപ്പ് സമയത്ത് കോർട്ടിലെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ അവിടെയൊക്കെ അവൾ വാദിക്കുന്നത് കണ്ട നമ്മൾ തോന്നുന്ന ഒരു എന്താ പറയുക, ഇപ്പോൾ സിനിമയിലേക്ക് കണ്ട സുരേഷ് ഗോപിയൊക്കെ വാദിക്കുന്ന പോലെ അത്ര എഫിഷ്യൻ്റായിട്ട് കഴിവുള്ളൊരു കുട്ടിയാണ്. അല്ല, പഠിക്കാനായാലും മിടുക്കിയാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്യും. പിന്നെ എല്ലാവരോടും ഇടപഴകും. അവൾക്ക് ഞാൻ മാത്രമൊന്നും അല്ല സുഹൃത്തുക്കൾ, ഈ എന്താ പറയുക, അവിടെ കൂടെ പഠിച്ച മിക്കവരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഡാൻസ് പ്രോഗ്രാമിനായാലും പാട്ടിനായാലും എല്ലാത്തിനകത്തും പങ്കെടുക്കും. അങ്ങനെയൊന്നും മാറി നിൽക്കുകയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കുന്ന കുട്ടിയല്ല. എനിക്കതാണ്, ഞങ്ങളുമായിട്ടൊന്നും ഒരിക്കലും ഉടക്കിയിട്ടില്ല. ഈ ഉടക്കുകൾ ഒഴിവാക്കുന്ന ആളാണ് അവൾ. അപ്പോൾ എനിക്ക് അതിശയമാണ് അവൾ ആരോടെങ്കിലും വഴക്കിട്ടു എന്ന് കേട്ടാൽ തന്നെ. കാരണം അങ്ങനെ അതൊന്നും താല്പര്യമില്ല. തിരിച്ച് പറയുമ്പോൾ കണ്ണ് നിറയും. ആരെയോടെങ്കിലും വഴക്കിപ്പോൾ അവളെ വേറെ ആരെങ്കിലും റൂംമേറ്റൊക്കെ പോയി വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവൾ കണ്ണ് നിറഞ്ഞിട്ട് എന്നോടൊന്ന് പറയും, ചേച്ചി എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, നീ ഒന്ന് മൈൻഡ് ചെയ്യേണ്ട, നീ എൻ്റെ കൂടെയല്ലേ താമസിക്കുന്നത്, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ അത്രയും സെൻസിറ്റീവും കൂടെയാണ് ആളെന്നാൽ. നെർവസ് അല്ല, പക്ഷേ ആൾക്ക് അങ്ങനെ വഴക്കിലൊന്നും താല്പര്യമുള്ള കുട്ടിയല്ല. അതുപോലെ എന്തെങ്കിലും ഉറച്ച് ദേഷ്യപ്പെട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കണ്ണ് നിറയും. അങ്ങനത്തെ ഒരാളാണ്. ഇത്രയും വർഷവും അവൾ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് പരിചയമുള്ള ഇത്രയും വർഷവും അവൾ അങ്ങനെ തന്നെയാണ്. അവളുടെ ക്യാരക്ടറിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിശയമാണ്. അങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ അങ്ങനെ റഫായിട്ടൊരു മുതിർന്നവരോട് പെരുമാറുമോ അങ്ങനെയൊന്നും ഉള്ളൊരു കുട്ടിയല്ല അത്. അവൾക്ക് എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ അറിയാം, മാന്യമായിട്ട് പെരുമാറുന്നവർ. ഒരാളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവൾക്ക് ഇതിനെ എതിർക്കാൻ പറ്റത്തില്ല, അവൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാം, ഒരു ലേബറാണ്, പുള്ളി എന്നോട് പറയാം, അവള് സാറേ ജീവിക്കാൻ വേണ്ടി പോയ പെണ്ണല്ലേ, അവള് ജീവിക്കാൻ ആഗ്രഹിച്ചു പോയതാ, അവള് വഴക്കുണ്ടാക്കാൻ പോയ പെണ്ണല്ലോ. ഇല്ല, ജീവിക്കാൻ തീർച്ചയായിട്ടും അവളുടെ പെരുമാറ്റത്തിൽ ഈ കല്യാണം, അവളൊരു നല്ല ഫാമിലി ലൈഫ് ആഗ്രഹിച്ചിരുന്നു. അപ്പം ഈ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പം പുള്ളിക്കാരി ആ വീടുമായിട്ട് ഇഴുകി ചേർന്ന് അവരെ സ്നേഹിച്ച് ജീവിക്കാനാണ് ശ്രമിച്ചത്. കാരണം ഒരിക്കലും ഈ മറ്റുള്ളവരോട് നടന്നു പറയുക, അമ്മായിമ്മയുടെ കുറ്റം പറയുകയോ ഭർത്താവിൻ്റെ കുറ്റം പറയുകയോ അങ്ങനൊരു സ്ത്രീ അല്ല അവള്. അങ്ങേ അറ്റം ദുഃഖത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഞാൻ ട്രൈ ചെയ്യുമ്പോൾ 1-2 വാക്കുകൾ സഹിക്കാൻ വയ്യാതെ പറയുന്നതല്ലാതെ അവനെ ഒരു കുറ്റം പറയുമോ, അമ്മായിയമ്മയെ അത്രയധികം കുറ്റപ്പെടുത്തുമോ, അങ്ങനെയുള്ള എല്ലാവരോടും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് കരയുകയും വിളിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല അവൾക്ക്. അവളുടെ കുടുംബം ഒന്ന് തന്നെയായിരുന്നു, ആ കുടുംബത്തോട് സ്നേഹം, അവളുടെ മക്കൾ, അവളുടെ ഭർത്താവ്, ആ കുടുംബം. അതൊക്കെ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അത്ര നല്ല കുട്ടിയാണ് അവൾ. അത്രയും ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. അവരെ പറ്റി ഒന്നും പുറത്ത് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇത്രയും അനുഭവിക്കുമ്പോഴും. അതാണ് ഇപ്പൊ ഇവർക്ക് നേട്ടമായത്. ഇവരുടെ സങ്കടങ്ങളൊന്നും അവള് പുറത്തു പറയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയെ കാണാതായി എന്ന് പറയുമ്പോ ഇവൻ കയറി നോക്കുന്നത് അലമാരിക്കകത്തൊക്കെയാണെന്ന് പറയുന്നു. അപ്പോ തീർച്ചയായിട്ടും ഇവൻ നോക്കുന്നത് മൊത്തം അതെങ്ങോട്ട് പോയി എന്നുള്ളതല്ല. ആൾക്കാരെല്ലാം പുറത്തോടി അവിടെ ആ അതിനകത്തുണ്ടെന്ന് നോക്കും, ഈ മുറിക്കകത്ത് കയറി നോക്കുന്നത്, മുറിക്ക് അലമാരിയൊക്കെ തുറന്നാണ് നോക്കുന്നതെന്ന് പറയുന്നു.
അപ്പോൾ ഇവൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അതാണ് അല്ല, അതിപ്പം ഞാൻ വിഷുവിൻ്റെ അന്ന് രാവിലെ പുള്ളിക്കാരിക്ക് ഒരു ഹാപ്പി വിഷു മെസ്സേജ് ഇട്ടിരുന്നു. സാധാരണ ഇവൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ രാവിലെ ഇട്ടില്ലെങ്കിലും തിരക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്കോ വൈകുന്നേരമോ അന്ന് തന്നെ ഇടും. അപ്പം അന്ന് ഞാൻ കണ്ടില്ല. പിറ്റേന്ന് ഞാനിങ്ങനെ ഇവളിത് എവിടെ പോയി ഒന്ന് വിളിക്കാമെന്ന് കരുതിയിട്ട് മൊബൈൽ എടുത്തിട്ട് നോക്കുമ്പോഴാണ് മനോരമയിൽ ഇങ്ങനെ ബോഡി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടത്. അപ്പോൾ അത്രയും നേരവും ഈ ഫോൺ അവളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അവൾ നോക്കിയിട്ടില്ല എൻ്റെ മെസ്സേജ്. അതായിരിക്കാം. പക്ഷെ അപ്പോൾ അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ കൊച്ചുകുട്ടിയെ ഫോണും പിടിച്ചു വെച്ച് എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാൻ കൂടി വയ്യ. അവൾ എന്ത് ടോർച്ചർ അനുഭവിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം അങ്ങനെ ഒരു കുട്ടിയല്ല അവൾ. ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പുച്ഛം വരുന്നൊരു പെണ്ണാണ് അവൾ. എന്താ പറയുക, സ്ത്രീകൾക്ക് പവർ കൊടുക്കുന്ന സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഇനി ഇപ്പം പറയുന്ന കണക്ക് ഒരുപാട് ടോർച്ചർ എത്തി മാനസിക നില തകരാറായി എന്ന് പറഞ്ഞാൽ കടുത്ത ക്രൂരതകൾ അനുഭവിക്കുമ്പോൾ ആരായാലും തകർന്നു പോകുമല്ലോ. എങ്ങോട്ടും ഓടിപ്പോകാൻ പറ്റാത്ത വിധം പൂട്ടിയിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെയും സംഭവിക്കുമല്ലോ പല കേസുകളിലും. ഇപ്പം നമ്മൾ ചോദിക്കും അയലത്തുകാരെ ശബ്ദം കൂട്ടി വിളിച്ചുകൂടെ എന്നൊക്കെ. പക്ഷേ അതിന് പറ്റാത്ത വിധം ക്ലോസ്ഡായ റൂമിലായി പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യാനൊക്കെ നമുക്കറിയില്ല. അങ്ങനെ ഒന്നും സഹിക്കുന്ന ഒരു, പക്ഷേ ഇൽട്ടംപേടല്ല ആൾ. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ഒരു വഴക്ക് പരമാവധി ഒഴിവാക്കുന്ന ആളാണ്. അതിനോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഈ പയ്യൻ കണ്ടതാണ്, പയ്യന്റെ അച്ഛൻ അമ്മ പെങ്ങന്മാർ എല്ലാരും വന്നിട്ട് ഈ പെൺകുട്ടിയെ കണ്ടതാണ്. അന്ന് ഈ പെൺകുട്ടിക്ക് കറുപ്പാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വെളുത്ത പെണ്ണിന്റെ പുറകെ മതിയായിരുന്നല്ലോ. അവളുടെ പൊസിഷൻ, അവളന്ന് പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഹൈക്കോർട്ടിൽ ലീഡിങ് അഡ്വക്കേറ്റാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കെട്ടിയിട്ട് നീ കൈ കെട്ടിക്കഴിഞ്ഞാൽ സാധാരണ ചിലർ അങ്ങനെ ഉണ്ടല്ലോ, കൈ കെട്ടിക്കഴിയുമ്പോൾ പിന്നെ വില പോകുമല്ലോ. ഇനി അങ്ങനെയാണോ? ഇവൾക്ക് ഒരു ഓഫീസ് ഇടാനായിട്ട് 35,000 രൂപ കൊടുത്തിട്ട് അടുത്ത ആഴ്ച തന്നെ അദ്ദേഹം വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ ആ പൈസ ഏതോ ഒരു കേസ് എന്ന് കിട്ടിയ പൈസ കൊണ്ടുവന്ന് കൊടുത്ത് ആ കടം കിട്ടിയെന്ന് പറയും. അപ്പൊ നമ്മള് പിന്നെ ഇത്രയും വലിയ പണമുള്ള വീട്ടിൽ വിട്ടാല് അവരുടെ കയ്യിൽ നിന്ന് അല്ല, ഇന്ന് പറയായിരുന്നു കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് വേലക്കാരുടെ പൈസ നീ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വേലക്കാരുടെ പൈസ ഇവിടെ കൊണ്ട് കൊടുപ്പിക്കുക. ഒരു പണമുള്ള വീട്ടിൽ അവർക്ക് പണമുള്ളത് എന്തിനാ ഈ പണത്തുള്ള വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിട്ട് എന്താണ് അവർക്ക് അതുകൊണ്ട് കിട്ടി? പിന്നെ എന്താണ് ഭാര്യ ഭർത്താവ് ബന്ധം? ഒരാൾ പരസ്പരം സഹായിക്കുക, തണലാകുക. ഇപ്പോൾ രണ്ടുപേർക്കും സെപ്പറേറ്റ് സമ്പാദ്യമൊക്കെ ആവാം. പക്ഷെ കോമൺ കാര്യങ്ങളിൽ ഒരാൾ എനിക്കിത്ര പൈസ തന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിക്കാൻ എനിക്ക് അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് ആ വീട്ടിലുള്ളത്? എൻ്റെ പൈസ പെട്ടെന്ന് തിരിച്ചു താന്നൊരു ഭർത്താവ് ചോദിക്കുകയാണ്, എന്നെ അവളെ ഫോഴ്സ് ചെയ്ത് തിരിച്ചു മേടിക്കുകയാണ്. അത് എന്തൊരു ജീവിതമാണ്? പരസ്പരം താങ്ങായും തണലായും നിൽക്കുമ്പോഴല്ലേ ജീവിതമാവുന്നത്. അപ്പോൾ ഇവളെത്രമാത്രം സഹിച്ചു എന്നാണ് ഞാൻ. ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട് എനിക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിക്ക് കൊണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ എൻ്റെ കുറച്ചെൻ്റെ പേരിലെടുത്തിട്ട് ബാക്കി എടുത്ത് കൊടുക്കും. പുള്ളിയുടെ അതിന് എത്രയോ തിരിച്ചു മേടിക്കും. നമ്മളാരും കണക്കുകൾ സൂക്ഷിക്കാറില്ല, കണക്കുകളിലൊന്നും ഒരു വഴക്കും ഇടാറില്ല. പക്ഷെ ഇത്രയൊക്കെ അകൽച്ചയിലായിരുന്നെങ്കിൽ അവർക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ എന്നും ഇവർ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കല്ലേ ഉപയോഗിക്കത്തുള്ളൂ. അതൊക്കെ അവസാനം കണ്ട കാര്യം ഒന്ന് പറയാം. അവസാനം കണ്ടപ്പോൾ അവൾ ആകെ വിഷമിച്ചിരുന്നു. അതായത് ഒട്ടും ഒരു സന്തോഷവതിയല്ല, ഡാർക്കായി ആളപ്പോഴത്തേക്ക്. പക്ഷേ എന്താ പറയുക, മുഖത്തിന് മാത്രം നമ്മൾ പറയുമല്ലോ ചാമൊക്കെ പോയിട്ട് ഒരു വയസ്സായ പോലത്തെയൊക്കെ ഒരു ഭാരം പേറുന്ന ഒരാളെ പോലെ അങ്ങനെയാണ്. അപ്പം ഞാനിവളെ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. കുറേ കാലം വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ നാളിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിടി നിനക്ക്? അപ്പോൾ പറഞ്ഞ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, എല്ലാം ഓക്കെ ആണ്. അത് ഈ ഓട്ടം കൊണ്ടായിരിക്കും രാവിലെ തൊട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ ഇപ്പോൾ എറണാകുളം വരെ പോകണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാലേ പിടിക്കും, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസിന് ഇപ്പോൾ ഈ പെണ്ണിനെ ഒറ്റയ്ക്ക് വിട്ടേക്കുന്നു തിരുവനന്തപുരം വരെ. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഞാനെന്നും ഒറ്റയ്ക്കാണ്, എപ്പോഴും യാത്രയെല്ലാം ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുള്ളിക്കാരൻ തിരക്കുള്ള ഉദ്യോഗസ്ഥനാണല്ലോ, അതുകൊണ്ടായിരിക്കും തിരുവനന്തപുരം വരെയൊക്കെ ഒറ്റയ്ക്ക് വിടുന്നത്. ചിലരുടെ രീതി അങ്ങനെയാണല്ലോ, ഭാര്യയുടെ വഴി പോകും, ഭർത്താവിൻ്റെ വഴി അങ്ങനെ. അപ്പോൾ നമ്മളതിൽ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ ഇവിടെ വന്നു, ഞാനവൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചിരുന്നു. അവളെല്ലാം കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി പിന്നെ കുറച്ച് ഫ്രഷായി. ഇവിടെയൊക്കെ വന്ന് ഇവിടെ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ പാലുകാച്ച നടത്തിയിരുന്നില്ല വീടിന്, ഞങ്ങൾ അതിന് മുമ്പ് ഇവിടുന്ന് പോയിരുന്നു. അപ്പം പാലുകാച്ചനായിട്ട് ഇവളെ വിളിക്കാനും പറ്റിയിട്ടില്ല.
ഈ വീട്ടിലിങ്ങനെ ആദ്യം വന്നതാണ്. പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ വീട്ടിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു, ഇവിടെ എല്ലാം നോക്കി, എല്ലാം കണ്ട് എല്ലായിടത്തൊക്കെ ഇഷ്ടപ്പെട്ടു. ചേച്ചി സെറ്റിൽഡായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഒരുങ്ങി. അപ്പോൾ എനിക്ക് വേണ്ട ഡ്രസ്സ് അവളാണ് സെലക്ട് ചെയ്ത് തന്നത്. അത് ഞങ്ങൾ ഹോസ്റ്റലിൽ വെച്ച് അങ്ങനെ. അപ്പോൾ എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇന്ന് ഇത് ചേച്ചി ഇട്ടാൽ മതി എന്നും പറഞ്ഞ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാനതിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പുറത്തിറങ്ങി. അപ്പോഴത്തേക്ക് കാറ് വന്നു, ടാക്സി വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാറിൽ കയറി സെക്രട്ടേറിയറ്റിൽ പോയി. അവിടെ ചെന്നപ്പം ഇവളിങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുൾ സ്വീകരണമാണ്. അപ്പം നമ്മൾ എവിടെ ഏത് ഡോറിലും കയറാം. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്നു. ഇപ്പോൾ ഓരോരുത്തരോടും, അത് ഏത് ഓഫീസറാണെന്നൊന്നും അല്ല, എല്ലാവരോടും ഇന്നത് എവിടെയാണ്, അതെവിടെയാണ്, ഇതെവിടെ, അങ്ങനെ ചോദിച്ച് ആ കോൺഫിഡൻസ്, ആ ചോദിക്കാനുള്ള തൻ്റെ ഇടം. അപ്പോൾ ചിലർ IAS കാരായിരിക്കും അവർ, പക്ഷേ ഇതൊക്കെ കാണുമല്ലോ, IASൻ്റെ കൂടെ ആളുകൾ കാണുമല്ലോ. എന്നാൽ പോലും അവൾക്കൊരു പേടിയില്ല. അവൾ പോയി ചോദിക്കും, ഇത് എവിടെയാ സാറേ എന്ന് പോയി ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് നമ്മളവിടെ പോയി ആ ഓഫീസറിനെ വെയിറ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നു. ആ പുള്ളിക്കാരൻ വന്നപ്പോൾ പോയി നേരിട്ട് കയറി ചോദിച്ചു നോട്ടറിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളിക്കാരി എന്താ പറയുക, നല്ല ശബ്ദത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. എനിക്കൊക്കെ ആണെങ്കിൽ അത്രയും ഇതില്ല. അപ്പം ഞാനിങ്ങനെ പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുക. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, നിനക്ക് നല്ല തൻ്റെ ഇടമാണല്ലോ ചേച്ചി, അത് ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്, എൻ്റെ കാര്യം നോക്കാൻ ഞാനേ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങി വന്നു. പിന്നെ പുറത്തിറങ്ങി വന്നു. ആ കാര്യമൊക്കെ ശരിയായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി വന്നു. നേരെ ഹസ്ബൻഡിനെ വിളിച്ചു. പുള്ളി വന്നു. അപ്പം ഞങ്ങൾ കേരള ഹൗസ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ ഹസ്ബൻഡ് വിളിക്കുന്നത്. തുടങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പോൾ അവൾ ആ ഫുഡൊക്കെ എല്ലാം നോക്കി ഇഷ്ടമുള്ളതാണ് എടുക്കുന്നത്. അത് ജ്യൂസായാലും. അപ്പോൾ ഒരു പതറിച്ചുള്ള എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടികളൊന്നും അല്ല അങ്ങനെയൊന്നും ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും സെലക്ട് ചെയ്യുകയല്ല, അവൾക്ക് ഏറ്റവും ബെസ്റ്റെന്ന് തോന്നിയതെടുത്ത് അങ്ങനെ കഴിക്കുന്നത്. അതിനെ കഴിക്കാൻ എടുത്ത് വെച്ചപ്പോഴാണ് ടീച്ചറാണ് വിളിച്ചത്, സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി ഛർദ്ദിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവള് ഹസ്ബൻഡിനെ വിളിച്ച് അപ്പോൾ പുള്ളി അന്ന് വീട്ടിലുണ്ട്, ജിമ്മി വീട്ടിലുണ്ട്. ജിമ്മിയോട് പറഞ്ഞു പോയി കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. അവൾ സ്നേഹമായിട്ടാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് അയാൾ ഭയങ്കര എന്താ പറയുക, അതൊന്നും അയാളുടെ ഉത്തരവാദിത്തം അല്ലാത്ത എന്ന പോലെ പെരുമാറുന്നത്. അവൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് കുട്ടിക്ക് ചൂടുണ്ട്, പനിയുണ്ട്. മൂത്ത മോൾക്ക് അന്ന, ഞാൻ അന്നമ്മ ചേട്ടത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൾക്ക് നല്ല വയ്യ. അതിന് അവളിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവൾക്കുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടി ഇവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഇപ്പോൾ ഇയാൾക്ക് അറിയില്ല മരുന്ന് എവിടെ ഇരിക്കുന്നതെന്ന്. അപ്പം ഒരു ഇതിൽ കുറേ നേരം അവിടെ ഇവിടെ എല്ലാം തപ്പിക്കൊണ്ട് നടന്നിട്ട് ഇവളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ഇങ്ങനെ അവിടെ പോയി നിന്നാൽ മതി, ഇവിടെ പോയി നിന്നാൽ മതി, കൊച്ചിൻ്റെ കാര്യം ആരും നോക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ അവസാനം പറഞ്ഞു ഇന്നടുത്ത് മരുന്ന് ഇരിപ്പുണ്ടെന്നൊക്കെ അങ്ങ് സമാധാനിപ്പിച്ച് പറഞ്ഞു. അയാൾ മരുന്ന് എടുത്ത് കൊടുത്ത് കാണും എന്തായാലും. അതിനുശേഷം ഈ കുഞ്ഞ് പറഞ്ഞു അമ്മ ഞാൻ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. അവളൊരു ഭയങ്കര നെർവസ്. അപ്പം ഞാൻ പറഞ്ഞു നീ കഴിക്കടി പറഞ്ഞു. വേണ്ട ചേച്ചി എനിക്ക് ഇറങ്ങുന്നില്ല, എനിക്കങ്ങ് പോകണം, ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും കുഞ്ഞിൻ്റെ കാര്യത്തിൽ വളരെ ഇതാണ്, ഭയങ്കര കൺസേണാണ്. അപ്പോൾ അപ്പോഴും തന്നെ നമ്മൾ ഇറങ്ങി. അവളൊരു ജ്യൂസ് മാത്രം കണ്ടേ കുടിച്ചോളൂ. ഞങ്ങളിറങ്ങി. ചേട്ടൻ ജോലിക്ക് പോയി. ഞാൻ ഇവളും കൂടെ ഒരു ഓട്ടോ വിളിച്ച് ഞാൻ തമ്പാനൂർ കൊണ്ടുപോയി. കുറച്ച് സ്വീറ്റ്സൊക്കെ കുഞ്ഞിന് മേടിച്ച് എന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ട്രെയിൻ കിടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ പോകുന്ന വഴിയൊക്കെ ഇവളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടുത്തെ വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ. അപ്പോൾ ഇവൾ സൈലൻ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യം ചേച്ചിയോട് പറയാനുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് ചേച്ചി വിചാരിക്കുന്ന കാര്യങ്ങളല്ല, ആർക്കും അറിയില്ല. ഒരുപാട് കാര്യം പറയാനുണ്ട്. ആളുകളാരും നമ്മളാരും വിചാരിക്കുന്ന പോലെ അല്ല ചേച്ചി, എനിക്ക് സഹിക്കാൻ വയ്യാത്ത പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ച് ഇവൾക്ക് പറയാൻ ഇനിയിപ്പോൾ ട്രെയിനിൽ കയറ്റി വിട്ടില്ലെങ്കിൽ കൊച്ചിനോ വല്ലതും വന്നാലോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എടി നീ പൊയ്ക്കോ, ഞാൻ പിന്നീട് കേട്ടോളാം, എന്തുണ്ടായാലും നമുക്ക് പരിഹരിക്കാം. അതായത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വീടിൻ്റെ താക്കോൽ വേണേൽ ഞാൻ തന്നിട്ട് പോവാം. അത് ഞാൻ പലവട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കിവിടെ എന്ത് തിരുവനന്തപുരത്ത് ആവശ്യത്തിന് വരണമെങ്കിൽ ഇവിടെ വന്ന് താക്കോൽ വന്നിട്ട് പോവാം. അവൾക്ക് മേളിലത്തെ നിലയിൽ പെർമനൻ്റായിട്ട് വേണേൽ താമസിക്കാം. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞ അതൊന്നും അല്ല ചേച്ചി, എനിക്ക് കുറേ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പോഴത്തേക്ക് ആ ട്രെയിൻ പോകാനായി. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കരഞ്ഞു. പതിവില്ല അങ്ങനെ ഒന്നും പോകാൻ നേരത്തൊന്നും കരയുന്നതല്ല, പക്ഷെ അന്ന് കരഞ്ഞ്, വല്ലാണ്ട് കരഞ്ഞ് ഞാനിങ്ങും പോരുന്നു, അവളങ്ങും പോയി. എന്തൊക്കെ പറഞ്ഞു? ഈ ദ്രോഹിക്കുന്നതോ അതായത് അങ്ങനെ ആരെയും സ്പെസിഫൈ ചെയ്ത് കുറ്റം പറയുന്ന കുട്ടിയല്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവളുടെ ദുഃഖങ്ങൾ പറയും, പക്ഷെ ആരെയും സ്പെസിഫൈ ചെയ്ത് പറയത്തില്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ അടിച്ചെന്നോ ഉപദ്രവിച്ചെന്നോ പറയും, പക്ഷേ ഏത് സമയത്ത് എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു, ഇതൊന്നും പറയില്ല. ഇപ്പോൾ അവൾ കിടന്ന് കരയുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനടി നീ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അത് എന്നെ അടിച്ചു,
ഉപദ്രവിച്ചു. അത് അങ്ങനെയൊന്നും പറയത്തില്ല, നമ്മൾ ഒരുപാട് ചോദിക്കണം. അവൻ വല്ലതും ചെയ്തോ, അമ്മായിമ്മ വല്ലതും പറഞ്ഞോ, അതോ അച്ഛൻ അവിടെ വല്ല ദുഃഖമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് വരുമ്പോഴാണ് പറയുന്നത്, ചേച്ചി അതൊരു നിസ്സാര പ്രശ്നമല്ല, എനിക്ക് അടി കിട്ടി, എനിക്ക് പേടിയുണ്ട്, എന്താകുമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പേടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജീവനെ പേടിയാണോ അതോ ഇനി അവരുടെ പെരുമാറ്റത്തെ പേടിയാണോ എന്ന് എനിക്കറിയത്തില്ല. പേടിയുണ്ടെന്ന് പറയും. പിന്നെ അവരുടെ സമ്പത്തിനെയും അവരുടെ പൊളിറ്റിക്കൽ പവറിനെയും ശരിക്കും ഭയന്നിരുന്നു. അതായത് അവളവിടെ ചെല്ലുമ്പം ഒരു കാഷ്വൽ വിവാഹമായിട്ടാണ് നടത്തി പോയതെങ്കിലും അവിടെ ചെന്ന് അവരുടെ ആ സെറ്റിങ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾ തന്നെ പറയും, ഇവർ ഭയങ്കര പവറും മണിയും ഉള്ളവരാണ് ചേച്ചി എന്നൊക്കെ പറയും. അപ്പം ഇത് നമ്മൾ വിചാരിക്കുന്നത് എന്തോ സന്തോഷം കൊണ്ട് പറയുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവളതെന്തോ അവർക്ക് നേരിടാൻ കഴിയുന്ന ആളല്ല. അതാണ് അവരുടെ ലീഗൽ അറിവോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ഒന്നും ഇവരെ ഏശാൻ പോകുന്നില്ല. അത് അവൾക്ക് നല്ലപോലെ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അവൾ ഡയറക്റ്റ് പറഞ്ഞതല്ല, മനസ്സിലാക്കിയെടുത്ത. അപ്പം ഇവളിങ്ങനെ പറയുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവർക്കെതിരെ പോകാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇവളിപ്പോൾ ഇവർക്കെതിരെ ഡൈവോഴ്സിനോ വല്ലതും പോയി കഴിഞ്ഞാൽ ഇവർ കരിയർ വരെ നശിപ്പിച്ച് വിട്ടേക്കാമെന്ന് ഭയന്നിട്ടുണ്ടാകണം. അല്ലാതെ ഒരാൾ അത്രയും നിവൃത്തിയില്ലാതെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യും? അത്രയും എങ്ങും പിടിയില്ല, പോയാലും രക്ഷപ്പെടില്ല എന്നൊരവസ്ഥ വരുമ്പോഴല്ലേ ആരെങ്കിലും ചെയ്യത്തുള്ളൂ. വേറെ ഒരു കാര്യം അച്ഛൻ പറഞ്ഞത്, ചെല്ലുന്ന സമയത്ത് ഇവരെല്ലാം നാത്തൂമാർ വരും, ഇവരെല്ലാം കൂടെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അച്ഛൻ പറയും, നീ നിങ്ങളെ വന്നിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി അവിടെ സൈഡ് പറയും ഒരാളുടെ. അപ്പൊ എന്നിട്ട് ഇവരെ രണ്ടും കൂടെ ചേർത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ എങ്ങനെ ഒരു പെണ്ണ് താങ്ങും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അതുപോലെ ട്രഡീഷൻ ഞാൻ പറഞ്ഞില്ല, കുട്ടിയുടെ സ്വഭാവം പറഞ്ഞില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് അത് പിന്നെ ജിമ്മിയുടെ അച്ഛനുമായിട്ട് ചേർത്ത് കഥ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല. അച്ഛൻ പറഞ്ഞു. പക്ഷേ ആദ്യം മുതലേ അച്ഛൻ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മായി അച്ഛൻ സപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹമാണ്, അവൾക്ക് വേദനയൊന്നുമില്ല. അപ്പം പരാതിയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ആരെപ്പറ്റി അങ്ങനെ പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പം ഒരു ഫോട്ടോയിൽ എന്നെ ഇങ്ങനെ ഫോട്ടോസ് കാണിക്കാൻ നീ വന്ന സമയത്ത് അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മായിച്ചൻ്റെ അടുത്ത് മോളിരിപ്പുണ്ട്, ഇളയ മോളിരിപ്പുണ്ട്, മൂത്ത മോള് ദൂരെ ഒന്ന് കളിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇളയ കൊച്ചിനെ മാത്രം അടുത്ത് വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്തേന്ന്. അപ്പോൾ പറഞ്ഞ് എല്ലാവർക്കും താല്പര്യം അവളുടെ അടുത്താണ്, മൂത്ത കുഞ്ഞിനെ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇളയ വന്നതിന് ശേഷം വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളതൊക്കെ ഇല്ല സ്നേഹം കൊണ്ടെന്നല്ലേ കരുതത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ആവുമെന്നുണ്ടെങ്കിൽ കളറിനെ പറ്റി അതും ഇവിടെ വന്നപ്പോഴാണ് ഈ സമയത്താണ് ഇവള് പറയുന്നത്, ചേച്ചിക്ക് ഇതിൽ ആരെയും ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇളയവളല്ലേ ഇപ്പം ജനിച്ചത്, അവള് ക്യൂട്ടല്ലേ, അവളടുത്ത് മറ്റവളെക്കാളിൽ എനിക്ക് അവളോടാ താല്പര്യം എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറയാം. അവളെ നമ്മൾ സുഹൃത്തുക്കളുണ്ടല്ലോ, സുഹൃത്തുക്കളാണല്ലോ, നമ്മൾ എന്തും പറയുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ അപ്പം പറഞ്ഞു, ചേച്ചിക്കുണ്ടോ പറഞ്ഞു ഉപയോഗിച്ചത്. അപ്പം ഞാൻ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് അവർ രണ്ടുപേരും ഒരുപോലെയല്ലേ, അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ പോലെ ഞാൻ കാണുന്നവരാണ്, അപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാനപ്പോൾ ഇവൾ വല്ലാണ്ടങ്ങ് ദുഃഖിക്കുന്നു. അതിൽ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അവർ രണ്ടുപേരും ഒരുപോലെയാ, എനിക്ക് അവർ രണ്ടുപേരും എൻ്റെ ജീവനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന മക്കളാണ്, അവർക്കൊന്നും അങ്ങനെ ഒരു ചിന്തയില്ല. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ അവൾ വല്ലാണ്ട് ദുഃഖിച്ചു. ഞാൻ ചോദിച്ചാൽ അവിടെ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഉണ്ട് ചേച്ചി, കളറൊക്കെ ആദ്യം മുതലേ തന്നെ പ്രശ്നമാണ്, അവർ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങളെടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ നിൽക്കുന്നത്, നിനക്ക് മാറിക്കൂടെ? ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതിപ്പോൾ ഞങ്ങൾ വന്ന് കൊണ്ടുപോകണോ, നിനക്ക് മാറിക്കൂടെ? അപ്പോൾ ഒക്കെ അവൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അഡ്ജസ്റ്റായി പോവും. ഇതിപ്പോൾ എനിക്കൊരു ജോലിയായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോവും, അപ്പോൾ പുള്ളിക്കാരനും വരും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിമ്മി ഒരിക്കലും തയ്യാറായിരുന്നില്ല UK-ലേക്കോ കാനഡയ്ക്കോ ഒന്നും പോവാൻ. അതാണ് അവൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിസിനസ് എല്ലാം നോക്കി നടത്താൻ ഈ ഒരു മകനല്ലേ, അപ്പോൾ അവൾക്ക് രക്ഷപ്പെട്ട് അയാളെയും കൊണ്ട് പോകാൻ പറ്റുമെന്ന് കോൺഫിഡൻസും ഇല്ലായിരുന്നു. അങ്ങനെ സന്തോഷമൊന്നുമില്ല ബസ് വിറ്റതിലും, എന്നാലും ബാക്കിയെല്ലാം പുള്ളി വരണ്ടേ. ഇതൊരു എന്താ പറയുക, ഒരു അടമൻ്റായ ക്യാരക്ടറാണ് ഇവൻ. അയാൾക്ക് തോന്നിയാലേ അയാൾ എന്തും ചെയ്യത്തുള്ളൂ, അല്ലാണ്ട് അവൾ പറഞ്ഞെന്നോ അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞെന്നോ പറഞ്ഞ് പുള്ളിക്കാരനൊന്നും ചെയ്യത്തില്ല. അയാൾക്ക് തോന്നണം ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന്, അങ്ങനെ അടമൻ്റാണ് അവൻ. അപ്പോൾ അവൾക്ക് പ്രതീക്ഷ നശിച്ചിരുന്നു UK പോകാം എന്ന്. ശരിക്കും പറഞ്ഞാൽ UK-ലോ ഒക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ഓസ്ട്രേലിയക്ക് എങ്ങനെയാണ് ഒന്ന് വരാൻ പറ്റുക, ചേച്ചി എന്നെ കൊണ്ടുപോകും. ഞാൻ പറയും, നിന്നെ വിസിറ്റിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റും, ഞാനേ സ്റ്റുഡൻ്റാണ്, എനിക്ക്
അങ്ങനെ പെർമനൻറ്റ് കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അപ്പം നീ എന്തെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും അവരുടെ ഒരു വക്കീൽ പരീക്ഷ പാസ്സാവണം ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ അതൊക്കെ എഴുത്, PT എഴുത്, IELTS എഴുത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒന്നിനും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത്. ഒന്നിനും തയ്യാറല്ലായിരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൾ ഒരു പ്രതീക്ഷയും കണ്ടില്ല. എല്ലാ പ്രതീക്ഷയും അവിടെ അസ്തമിച്ചു. അതായത് മുന്നോട്ടുള്ള ജീവിതത്തിൽ പുള്ളിക്കാരി കണ്ടത് അവൾക്ക് ജോലി കിട്ടുക, മക്കളുമായിട്ട് ജീവിക്കുക, ജിമ്മിയെ സ്നേഹിച്ച് എങ്ങനെയെങ്കിലും അവളുടെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്തായാലും അയാൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പം മെല്ലെ ഇത് ശരിയാക്കിയെടുക്കാം, മെല്ലെ ശരിയാക്കിയെടുക്കാം, അതാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷം കടന്നുപോയതും അതുകൊണ്ട് തന്നെ മെല്ലെ ശരിയാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ എന്തിനു വേണ്ടി അവിടെ വന്നത്? ഇവിടെ വന്ന് നോട്ടറിയുടെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് സെക്രട്ടേറിയറ്റ് അത് 24-ലാണ്, 2024 നവംബർ. അപ്പോൾ അത് ഞാൻ തിരിച്ചു പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ അവൾ 24-ാം തീയതി എന്നെ വിളിച്ച് വരുന്നെന്ന് പറയുന്നു. പക്ഷേ 29-ാം തീയതി തോന്നി എത്തിയത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഡേറ്റ്. അതൊക്കെ ഇനി നോക്കാം, നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയല്ലോ മെസ്സേജസ് എല്ലാം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവൾ വന്നു. അല്ലല്ല, അവള് യൂബർ എടുത്ത് ഇവിടെ വന്നു. അപ്പം ഞാൻ അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ ഓട്ടോക്കാർക്ക് അവരിവിടെ കൊണ്ടുവന്ന് വിട്ടു. ഞാൻ അവിടെ പോയി റിസീവ് ചെയ്ത് വന്നു. കുറേ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ട് നല്ല സ്നേഹമായിട്ടൊക്കെ വന്ന് ഞങ്ങളിവിടെ വന്നിരുന്നു. ഒക്കെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ അതൊന്നും ഓർക്കാൻ വയ്യ. എന്തോ ഒരു സ്നേഹമുള്ള എനിക്ക് വരാനറിയത്ത്. എൻ്റെ കൂടെ വന്ന 17 വയസ്സുള്ള കുട്ടിയല്ല. അപ്പോഴത്തേക്ക് അവൾ ഒരുപാട് ആദ്യം വരുന്നത്. ആദ്യം ഞാൻ കാണുന്നത് അത് 2009-10 സമയത്ത്. അപ്പോൾ അന്ന് വരുമ്പോൾ ഉള്ള കൊച്ചു കുട്ടിയിൽ നിന്ന് മാറിയിട്ട് ഏബിളായ ഒരു ലേഡിയായി മാറിയിരുന്നു. അതായത് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി ചോദിക്കും, എനിക്കത് ചെയ്തു തരുമോ ചെയ്തു തരും. അങ്ങനെയല്ല, എനിക്കെല്ലാം ചെയ്യാൻ കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ. തന്നെ പോയി എല്ലാം ഡീൽ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അത് ആ കോർട്ടിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അവൾ അത്രയും ബോൾഡായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അവളെ അലട്ടിയോ? അതൊന്നും പറഞ്ഞു. കേസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, നിങ്ങൾ നാട്ടിലുണ്ടോ, എനിക്കിപ്പോൾ ഇന്ന വക്കീലിനെ ഒരു പരിചയപ്പെടുത്തരുമോ. അപ്പോൾ ആ വക്കീലിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പുള്ളിക്കാരി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ വക്കീലിൻ്റെ ഏതെങ്കിലും ഈ നാട്ടിലെ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് വഴി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാ കാര്യത്തിനും നേരെ തിരുവനന്തപുരത്ത് എന്തുണ്ടെങ്കിലും എന്നെയാണ് വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറയും ചേച്ചിയെ ശരിയാക്കി തരുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ചേട്ടനോട് ഈ ഫോൺ, ഞാൻ പറയും നീ എന്നെ എന്തിനാണ് വിളിക്കുന്നത്, ചേട്ടനെ വിളിക്കും, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പോലും അറിയത്തില്ല. അപ്പോൾ അവൾ പറയും ഞാൻ ചേട്ടനെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇവർ വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കും. അപ്പം വരണ്ടി വരത്തില്ല അവൾ മിക്കവാറും. നമ്മളെല്ലാം അയച്ചു കൊടുക്കൂ ഒക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിയിൽ അവൾക്ക് ലീഗൽ അഡ്വൈസറായിട്ട് ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനോട് ചോദിച്ചു എന്തെങ്കിലും സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വഴികൾ, അതൊക്കെ പുള്ളി പറയും, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പം അവൾ പറഞ്ഞു ശരി ഞാൻ ആ വഴി തന്നെ പോകാം. അപ്പോഴും ഞാൻ ചോദിച്ചു നിനക്ക് ഇത്രയൊക്കെ ആവശ്യം എന്താണ്, ഇപ്പം ഈ മണിക്ക് ഇത്ര ആവശ്യമുണ്ടെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതാണ് അപ്പം ഇവരൊന്നും ഇത്ര അകൽച്ചയിലാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോൾ പ്രശ്നങ്ങൾ ഏത് വീട്ടിലാണ് ഇല്ലാത്ത, ഇപ്പോൾ ഭാര്യയും ഭർത്താവിനെ അടിക്കുക അല്ലെങ്കിൽ വെള്ളം വെച്ച് ഇറങ്ങി പോവുക, ഇതൊക്കെ എല്ലാ വീട്ടിലും സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ഡിസ്റ്റൻസിലാണ്, പൈസയ്ക്ക് കണക്ക് പറയുന്ന വീടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പരസ്പരം കണക്ക് പറയുന്ന ഒരു തലത്തിലേക്കൊക്കെ അകന്നു പോയി എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യത്തെ കുട്ടി ജനിച്ച നാൾ തൊട്ട് ഇവിടെ തന്നെ വേലക്കാരിയുടെ പൈസ 22,000 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞില്ല, അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതൊന്നും ഈ സാമ്പത്തികമായിട്ട് ഇങ്ങനെ അല്ല, എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇടപെടും. ഇതിന്റെ ഈ സത്യം പറഞ്ഞാൽ ഇവൾ എന്തെങ്കിലും അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇടപെട്ടേനെ. ഞങ്ങളങ്ങനെ പറയത്തില്ല. കരച്ചിലിനിടയ്ക്ക് എന്തെങ്കിലും കേൾക്കുന്നതല്ലാതെ, അതായത് ഇവള് കിടന്ന് വിങ്ങി എന്തെങ്കിലും പറയുന്നതല്ലാതെ നോർമലായിട്ടൊന്നും പറയത്തില്ല. മീൻസ് ഇപ്പം ഒരു ദിവസം ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും, ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഏങ്ങൽ മാത്രം കേൾക്കും. എന്തോന്നിനും ഇത്രയൊക്കെ ബഹളം വെക്കാൻ, നീ എന്തിനാണത് കരയുന്നത്? അത് ചേച്ചി എന്നെ കൊണ്ട് താങ്ങാൻ വയ്യ, അമ്മായിയമ്മ ഇവിടെ ഇല്ല, ആരും ഇവിടെ ഇല്ല, വീട് മൊത്തം എൻ്റെ തലയിലാണ്, ഞാൻ പാചകം ചെയ്യണം, കുഞ്ഞുങ്ങളെ നോക്കണം, ജോലിക്ക് പോകണം, എന്നെ സഹായിക്കാൻ ആരുമില്ല, അമ്മായിച്ചന് സുഖമില്ലാതിരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ വഴക്ക് ഏതാണ്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ ആര് വഴക്കിടുന്നെന്ന്. അത് വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു. ഈ പെങ്ങളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, ആരൊക്കെയോ അവിടെ ഉണ്ട്. അപ്പോൾ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ സ്വൈര്യമില്ല എന്നുള്ളതെന്നെ അറിയിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ നിനക്ക് കുഞ്ഞുങ്ങളെടുത്ത് അങ്ങോട്ട് പോയാൽ പോരല്ലേ, നീ ഇങ്ങോട്ട് വാ,
അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ പോകാൻ ഒക്കത്തില്ല ചേച്ചി, അങ്ങനെയൊന്നും വിടത്തില്ല, അങ്ങനെയുള്ളവരല്ല. അതായത് അവരുടെ അഭിമാനത്തിൻ്റെ യാതൊരു അംശവും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധമുള്ള വീട്ടുകാരാണ് അവർ. ഇവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ ആരോടെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചാൽ, അല്ലെ അവൾ ഡൈവോഴ്സിന് പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാർ അഭിമാനം പോവും. അപ്പോൾ അത് അവൾക്ക് നാളെ വലിയ വിഷയമാകുമെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാല് പിടിച്ച് നിർത്തുന്നത്. കാല് പിടിച്ച് അവളുടെ അച്ഛനൊക്കെ ചെല്ലുമ്പോൾ കാല് പിടിച്ച് നിർത്തുമെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കും, ഞങ്ങൾ ഇടപെടണമെന്ന് ചോദിക്കും. ഞങ്ങൾ ഇവനെ വിളിച്ച് സംസാരിക്കാം, ചേച്ചി ഒന്നും പറയരുത്, എനിക്ക് ഇത്തിരി ദേഷ്യ കൂടുതലുള്ള ആളായതുകൊണ്ട് ഞാൻ വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ പേരിൽ ഇനി കൊണ്ട് കളയുമെന്ന് അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു ഇവളെ ഉപേക്ഷിച്ച്. അതായത് ഈ ബന്ധം ഉപേക്ഷിച്ച് അവർ അങ്ങനെ ഭയപ്പെടുത്തിയിരുന്നെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വഷളാവും, ഉപേക്ഷിക്കും എന്നുള്ള, അതെനിക്ക് കൃത്യമായിട്ട് ഡയലോഗ് ഓർമ്മയില്ല, അങ്ങനെയൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു, ഉപേക്ഷിച്ച് കളയുന്നൊരു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാ ഡൈവോഴ്സിലും എല്ലാ ആത്മഹത്യയിലും ഈ ഉപേക്ഷിക്കും എന്നുള്ള ഭീഷണി കൊണ്ട് പെൺകുട്ടികൾ അനുഭവിക്കും എന്നൊക്കെ നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നേരിട്ട് അങ്ങനെ എന്ത് പറഞ്ഞു, അയ്യോ. പക്ഷെ ഇതിൽ ഒരു വാക്ക് അവൾ പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് താങ്ങാൻ വയ്യ, അവൾ ആത്മഹത്യ ചെയ്യുന്നൊരു സൂചനയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതിങ്ങനെയൊന്നും ആവില്ല. അവളൊരു 3 പ്രാവശ്യം അവളെ ട്രൈ ചെയ്തിട്ട് ഈ അറ്റൻഡ് നടത്തിയിട്ട് അങ്ങനെ ഒരു കുട്ടിയോടെ ഉള്ളപ്പോൾ അവളെ അങ്ങനെ ഒറ്റയ്ക്കാക്കി പോകില്ല, നമ്മൾ നിരീക്ഷിക്കത്തില്ലേ? അതാണ് അവളെ തോളോട് ചേർത്ത് പറയത്തില്ലേ അങ്ങനെയൊന്നും പ്രശ്നമില്ല, ഞാനിടയ്ക്ക് ദേഷ്യം വരുമ്പോൾ പറയുന്നതാണ്, ഭർത്താക്കന്മാരെ അങ്ങനെ പറയില്ലേ? അപ്പൊ ഇവൻ തീർന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായി. അത് തന്നെയാണ്. അതായത് അവൾക്ക് എന്ത് സംഭവിച്ചാലും അവന് പ്രശ്നമില്ല, അതാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഉപദ്രവിക്കുന്നതും. ഇപ്പോൾ സ്നേഹമുള്ള ദമ്പതികൾക്കിടയിലാണെങ്കിൽ ഭാര്യ കരയോ വിളിക്കുകയോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയ്യോ എൻ്റെ ജീവിതമാണല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവ് പോകും. അപ്പോൾ ഇത് അങ്ങനെ പോകാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവന് വേണ്ടാഞ്ഞിട്ടാണ്, അയാൾക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്, അത് അവൾക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ആത്മഹത്യ തിരഞ്ഞെടുത്തത്. സൈക്കോളജിക്കലി നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അവൾക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അവളും മക്കളും മാത്രം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ വീട്ടിൽ അവളടുത്ത് സമാധാനിക്ക്, മക്കളെ വളർത്തി ജീവിക്ക് എന്നൊക്കെ പറയാനുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഈ നമ്മളൊക്കെ വീടുകളിലുള്ളവരല്ലേ, ഇപ്പം ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ അമ്മായിച്ചനോ അമ്മായിയമ്മോ അല്ലെ നാത്തൂമാരോ സെർവൻ്റെങ്കിലും ഇതൊക്കെ നടക്കും, നീ എൻ്റെ മക്കളെ വളർത്തി ജീവിക്ക് എന്നൊരു വാക്ക് പറയാനുണ്ടായാൽ ഒരു പെണ്ണും. അപ്പം ഞാൻ എപ്പോഴും പറയുമായിരുന്നു, നീ എനിക്ക് വേണ്ടി വാദിക്കണം, എൻ്റെ കാര്യമൊക്കെ എല്ലാം മുന്നിൽ നിൽക്കണമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇവൾ സ്വപ്നത്തിൽ വന്നിട്ടാണ് എന്നോട് പറയുന്നത്, ചേച്ചി എനിക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എന്തോ പറയണ്ടേന്ന് ഇങ്ങനെ ഞാൻ അവളോട് ചോദിക്കുന്നു. അതൊക്കെ അവിടെ എത്തുമ്പോൾ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നലെ പോകുന്നത്. അപ്പോഴും ഞാൻ ഈ മീഡിയയോട് പറയുമൊന്നുമല്ല, അവളുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാം, എനിക്കറിയാവുന്നത് പറയാം എന്ന് കരുതിയാണ് പോയത്. അപ്പം അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന കണക്ക് വീഡിയോ വരുന്നു, അവരെല്ലാവരും കേൾക്കുന്നു, ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റുന്നു, എല്ലാം അവളുടെ തീരുമാനമാണ്. എന്തൊക്കെയോ എന്നെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്, അതുകൊണ്ടാണ് എന്നെ കൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വപ്നം കണ്ടത് രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി പറയണം, ചേച്ചി എനിക്ക് വേണ്ടി സംസാരിക്കണം. എനിക്ക് എന്തറിയാം, എന്ത് പറയാനാ? അന്നേരം ഒന്നും നമ്മുടെ തലയിൽ ഇതൊന്നുമില്ല, ഈ പഴയ നടന്ന സംഭവങ്ങളൊന്നുമില്ല. ഞാനാണ് ആകെ ടെൻഷനില്ല, പഠിത്തത്തിൻ്റെ തിരക്കില്ല. അപ്പം എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. അപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് ഇത്രയും മെല്ലെ എനിക്ക് ഓർമ്മ വന്നത്. കുത്തിയിരുന്ന് ആലോചിച്ചു. അത് ഞാൻ അവളുടെ അച്ഛനോട് പറയണം എന്ന് വിചാരിച്ചാണ് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും. അപ്പം ഞാൻ അന്നേരം അവളോട് ആ സ്വപ്നത്തിൽ ഞാൻ ചോദിക്കുക, എനിക്കിത് എങ്ങനെ പറയാനൊക്കും? അത് അവിടെ ചേച്ചി ചെല്ലുമ്പോൾ എല്ലാം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ ഒരിക്കൽ ഇവളെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഇവൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഇപ്പം എന്നെ എന്തിനാണ് ചേച്ചി വിളിച്ചത്? ഞാൻ പറഞ്ഞെടി എനിക്ക് നിന്നെ വിളിക്കണമെന്ന് തോന്നി. അന്നേരം പറഞ്ഞു, ഇപ്പം ചേച്ചി വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇതെന്തെങ്കിലുമൊക്കെ ആയി പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അത് പ്രശ്നമായിട്ടൊന്നും ഇല്ല പറഞ്ഞത്, ഇത്ര മാത്രം പറഞ്ഞു. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുമല്ലോ, നമ്മൾ ഈ മാസത്തിലൊരിക്കൽ വിളിക്കുമോ 2 മാസത്തിലൊരിക്കലേക്ക് കൂടുമ്പോൾ വിളിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ഇൻസിഡൻറ്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ ഇപ്പം ചേച്ചി വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നി ഞാൻ അങ്ങോട്ട് ഒരു കാര്യവും ഇല്ലാതെ അങ്ങോട്ട് കയറി വിളിക്കുകയാണ്. എന്നാൽ സാധാരണ ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ്, കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പം ഫോണൊക്കെ വെല്ലടിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് ബഹളം വെച്ചാലോ. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ടൈമിങ്സ് വേറെയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു 3 മണിയൊക്കെ ആയി കാണും ഉച്ചയ്ക്ക്. എനിക്ക് തോന്നി അവളെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി വിളിച്ചപ്പം, ചേച്ചിക്ക് ഇപ്പം എന്ത് തോന്നി എന്നെ വിളിക്കാൻ? ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നി നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി.
അപ്പോൾ ചേച്ചി വിളിച്ചില്ലായിരുന്നേ വല്ലതുമൊക്കെ നടന്നേനെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ ഒരു പ്രശ്നവുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ്. അത് പക്ഷേ ഒരു വഴക്കോ ബഹളോ ഒന്നുമല്ല. ഫേസ്ബുക്ക് പേജ് ഇപ്പം മരിച്ചതിന് ശേഷം നോക്കിയിട്ടില്ല. മുമ്പേ അവളുടെ പടങ്ങളെല്ലാം ഞാൻ കയറി കാണാറുണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. പെൺകുട്ടിയെ കെട്ടിച്ചയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, സ്നേഹം തരുന്ന വീട്ടിലേക്കാണ്, അവരുടെ വീട്ടിലേക്കാണ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കണ്ടു. അതിനു മുമ്പ് കുട്ടികളെ താരതമ്യം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു പോസ്റ്റ് അതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ അവളുടെ മനോനിലകളാണ് അവളുടെ ആവശ്യങ്ങളാണ് അവളവിടെ എഴുതിയിരുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എപ്പോഴും ചിരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ ചിരിക്കുന്ന മുഖങ്ങളിലെ ദുഃഖങ്ങൾ നമ്മളെങ്ങനെ അറിയാനാ? അപ്പോൾ എല്ലാ ഫോട്ടോസിലും ഇപ്പം ഞാൻ നവംബറിൽ ഇവളെ ലാസ്റ്റ് കണ്ടിട്ട് ഇവൾ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നു, ഞാൻ അവിടെ പോയിട്ട് വിളിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പം ജനുവരി 20 ഇവളുടെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ ചേച്ചി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ കാണില്ല എന്ന് പറഞ്ഞ്. എന്നാലും ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്കെപ്പോഴും ഒന്ന് ഫോൺ ചെയ്തപ്പോൾ. അപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവിടെ ചെന്ന് സെറ്റിൽ ആവത്തില്ലല്ലോ, കുറച്ച് ദിവസം എടുക്കുമല്ല ഒന്ന് ശരിയായി വരാൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവളെ ഫോണിലോ മറ്റോ ഇങ്ങനെ നോക്കുമ്പോൾ അവൾ ആ കല്യാണത്തിന് വളരെ ഹാപ്പിയായിട്ട് 4 പേരുമായിട്ട് നിൽക്കുന്നു, ചിരിക്കുന്നു, ബഹളം വെക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ആയി കാണും. സാധാരണ പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും ചേച്ചി അതെല്ലാം മാറി, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതുപോലെ മാറിപ്പോവും എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവനും ഇവളും കൂടെ അടികൂടി. അതായത് ഇവള് വിളിച്ചിട്ട് ഭയങ്കര നിലവിളി, സംസാരിക്കാതിരുന്ന് കരയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താന്ന് നീ പറ, അത് പറയത്തില്ല. അത് അമ്മായിയമ്മ ഉപദ്രവിച്ചോ? അപ്പം അമ്മായിയമ്മ ഇല്ല കൊച്ചിനെ നോക്കിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതായത് ഒരു ദിവസം രണ്ടാമത്തെ മോള് ജനിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പം ഇങ്ങനെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കട്ട് ചെയ്തു. ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഞാനന്ന് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവിടെയാണെന്ന് തോന്നുന്നു. അതിന് ഞാൻ വിളിച്ചപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് ചേച്ചി വിചാരിക്കുന്ന ആൾക്ക് എനിക്ക് ആകെ പ്രശ്നമാണ് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തടി അതിങ്ങനെ ഭയങ്കര നിലവിളി പറഞ്ഞപ്പം അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതൊന്നും അല്ല ചേച്ചി, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത പ്രഷറാണ് ഇവിടെ, വീട് നോക്കണം, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞിങ്ങനെ. കൊച്ചുങ്ങളെ പാചകം ചെയ്യണം, കൊച്ചുങ്ങളെ നോക്കണം, ജോലിക്ക് പോകണം, അച്ഛന് സുഖമില്ല. പുള്ളിക്കാരനെ പറ്റി അങ്ങനെ പറയുന്നില്ല, പുള്ളി റെസ്പോൺസിബിൾ ആണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പം ഞാൻ ചോദിച്ചു അമ്മായിയമ്മ എവിടെ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ചേച്ചി അമ്മായിയമ്മയൊന്നും ഇവിടെയെങ്കിലും ഇല്ല, ഞാൻ കുഞ്ഞ് ജനിച്ച പാട് എന്നെയും പിള്ളേരെ ഇവിടെ തനിച്ചാക്കി അവരങ്ങ് പോയി. ഞാൻ എവിടെ പോയി? അത് UK പോയിരിക്കുക, ലണ്ടനിലോ മറ്റോ, അവിടെ അവരുടെ ഒരു കൊച്ചുമോളായിട്ടുണ്ട്, അപ്പോൾ അതിന് നോക്കാൻ പോയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ് അവിടെ അവർക്ക് വേണമെങ്കിൽ വേലക്കാരെ വെക്കുമോ അല്ലെങ്കിൽ അമ്മ പോവുകയോ ചെയ്തോട്ടെ, പക്ഷേ ഇവിടെ നിന്നെ സെറ്റിൽ ചെയ്യാതെ അവർ പോയത് ശരിയായില്ലല്ലോ. അങ്ങനെ നിന്നെ ഈ അമ്മയില്ലാത്ത നിന്നെ ഒന്നും സെറ്റിൽ ചെയ്യിക്കാതെ അവരങ്ങ് പോയെങ്കിൽ അത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ് എന്ത് ചെയ്യാൻ, അവരുടെ ക്യാരക്ടർ അങ്ങനെ, അവർക്ക് ഞാനൊന്നും ഒരു കൺസേൺ അല്ല, ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചോണം, പിന്നെ എനിക്ക് കഴിവുണ്ടല്ലോ, ജോലിയുണ്ടല്ലോ, അതൊക്കെയാണ് പുള്ളിക്കാരി നോക്കുന്നത്. അങ്ങനെ പുള്ളിക്ക് ഇത്തിരി റഫ് ആൻഡ് ടഫാണ് അന്നാണ് പറയുന്നത്. പുള്ളി ഈ അമ്മായിയമ്മയെന്ന് പറയുന്ന ആളെ അങ്ങനെയൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളല്ല, നല്ല റഫ് ആൻഡ് ടഫാണ്, നാക്ക് തീരെ ശരിയല്ല എന്ന് പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും അമർത്തുക.